Hello, my dear, wrong number. ഹലോ വാരിസ് ആണോ? നിങ്ങൾ ഈ ചെരുപ്പിന്റെ ഹോൾസെയിൽസ് ഇത് കൊടുക്കുന്നുണ്ടോ? മീൻസ് നമ്മൾ ഷോപ്പ് തുടങ്ങുമ്പോ പുതിയാപ്പാ, എന്റെ പേര് ജംഷീർ. നമ്മുടെ ഷോപ്പ് തുടങ്ങുന്നത് മാങ്കാവില്ലേ, ഫാൻസി ഫുട്വെയർ ആണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എങ്ങനെ ഏജൻസി എടുക്കാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഹോൾസെയിൽ ഷോപ്പിലാണ്. അതെവിടെയാ നിങ്ങളത്? അപ്പൊ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ വരുന്നത്? കമ്പനി സാധനമാണ് ചോദിക്കുന്നത്, അവായാ ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ എന്താണ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ അതിനെ വിളിച്ച് കൂട്ട് പറഞ്ഞത്. നമ്മൾ വരട്ടെ, നിങ്ങൾക്ക് റെഡി ക്യാഷ് ആണ്, റെഡി ക്യാഷ് നമ്മളിപ്പോ റെഡി ക്യാഷ് ആണ് അധികം കൊടുക്കുക. റെഡി ക്യാഷ് കമ്പനിയിൽ നിന്ന് കിട്ടണുള്ളൂ. റെഡി ക്യാഷ് ആണെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ 15 ദിവസത്തിനുള്ളിൽ റെഡി ക്യാഷ് ആണെങ്കിൽ അതിനുള്ള ലിസ്റ്റ് തരും. നമ്മൾ പറഞ്ഞ ലേഡീസും ജെന്റ്സും. ജെന്റ്സിൽ കെട്ടുന്നത് ഒരു 3 ടൈപ്പ്, പിന്നെ കെട്ടാത്തത് ഒരു 3 ടൈപ്പ്, പിന്നെ കുട്ടികളത്, പിന്നെ ഇപ്പത്തെ പുതിയ ചെക്കന്മാരുടെ കളർ ചെരുപ്പില്ലേ? അതൊന്നും അറിയത്തില്ല. ഇല്ല, നിങ്ങളുടെ ഏതൊക്കെയുള്ളത്? നമ്മളടുത്ത് കമ്പനി സാധനം അതുള്ളത്. ആ കമ്പനി സാധനം. അപ്പൊ എത്ര ദിവസം മുമ്പ് ഓർഡർ തരണം? എന്തൊക്കെയാ അതിന്റെ കണക്ക്? അത് ബാക്കി പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്നാൽ പറയാം. മുതലാളിനോട് ചോദിച്ചാലും മനസ്സിലാവും. ആരിസിന്റെ സ്വന്തം ഷോപ്പല്ലേ? അല്ലല്ല. ഞാൻ വിചാരിച്ച ആരിസിന്റെ ഷോപ്പായിരിക്കുന്നത്. അപ്പൊ ആരിസിനാട് എന്താ പണി? എനിക്ക് ചെരുപ്പ് വേക്കാൻ പണിയാണ്. നമുക്കൊരു പയ്യനെ കിട്ടാണ്ടോ? പയ്യനെ മീൻസ് ഷോപ്പിലേക്ക്? അത് കിട്ടാൻ നോക്കട്ടെ, എന്തെങ്കിലും പറയാം. എത്ര റുപ്യ കൊടുക്കേണ്ടി വരും? ഞാൻ പറഞ്ഞില്ല, ഒരു ഐഡിയ ഇവിടെ ഇല്ല. അപ്പൊ പിന്നെ എന്റെ പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ടോ? ഇടയ്ക്ക് ഷോപ്പിൽ വന്ന് കണക്കൊക്കെ നോക്കൂ, എല്ലാ കാര്യങ്ങളും ആയിരിക്കും. ആരിസ് ഇപ്പൊ അവിടെ കുറെ ആയോ? ഞാൻ 10-15 വർഷം നോക്കുന്നുണ്ടോ വേറെ എവിടെയെങ്കിലൊക്കെ? അല്ല, അങ്ങനെ ഞാൻ ചോദിച്ചാൽ അതിനേക്കാളും കൂടുതൽ കിട്ടുക, അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ പോകുന്നൊക്കെ ഉണ്ടോ? അതൊന്നും ആയില്ല, അതൊന്നും തീരുമാനിക്കാനാവില്ല ഇപ്പൊ. അല്ല, ഞാൻ ഒന്ന് ചോദിക്കുന്നതിനോട് വിരോധമൊന്നുമില്ലല്ലോ. ഇപ്പൊ എത്ര വയസ്സായി? വയസ്സുണ്ട്. നമുക്ക് പാടെ നിൽക്കാൻ പറ്റിയ ആളെ കിട്ടുകയാണെങ്കിൽ, കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ ഇപ്പോൾ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. പറയാൻ പറ്റും. ഓരോരുത്തർക്ക് ഓരോ ഷോപ്പിൽ നിന്ന് വരുമ്പോ അവർക്ക് എത്ര സംബന്ധിച്ച് അതിനെ കൂട്ടി കൊടുക്കണല്ലേ നമ്മൾ. ആരിസിന് ഇപ്പൊ ഏകദേശം ഇപ്പൊ അവിടെ നിൽക്കുമ്പോൾ എന്ത് കിട്ടും മാസം? എനിക്ക് 10 രൂപ ഉണ്ട്. 10,000 രൂപ ഉണ്ട്. 10,000 രൂപ ഇട്ട് വരുമ്പോ ഡെയിലി 300 രൂപ, അല്ല 300-310 രൂപ. വണ്ടി ഉണ്ടോ? നമ്മളെ ഷോപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുകയാണ്. കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എന്ത് കിട്ടേണ്ടി വരും? ഞാൻ അങ്ങോട്ട് വരാനുള്ള പോകാനുള്ള ഒരു താല്പര്യം എനിക്കില്ല. അല്ല, 10 രൂപ കൂടുതൽ കിട്ടുകയാണെങ്കിലോ? അല്ല, അതും ഓക്കെ. പക്ഷെ ഞാനിപ്പോ അങ്ങോട്ട് വരാനുള്ള സാഹചര്യം എന്താ വെച്ചാല്, ഞാനും മൂപ്പര് കുറെ കാലമുള്ള ഒരു ബന്ധമാണ്. ഞങ്ങൾ മുതലാളം തമ്മിൽ. ആ ബന്ധത്തിന്റെ പേരിൽ നമ്മളിവിടെ നിൽക്കുന്നത്. അഥവാ ഇപ്പൊ ആരിസ് വരികയാണെങ്കിൽ ശമ്പളമായിട്ട് ഈ പറഞ്ഞ പോലെ 10 രൂപ തരാം. ശമ്പളം കൂടുതൽ വേണ്ടി വരും. ഡെയിലി ചെലവിനുള്ളതിൽ 150 രൂപ ചെയ്തെടുക്കാം. ആ രീതിയിൽ ആരിസ് വരുമോ? നോക്കാം. എപ്പോ കാണാൻ പറ്റും? നിങ്ങളിപ്പോ എവിടെ ഉള്ളത്? ഞാനിപ്പോ ഉള്ളത് നമ്മളെ പാളയം ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. അപ്പൊ എപ്പോ കാണാൻ പറ്റും ആരിസിനെ? ആരിസ് എവിടെയാ ഉള്ളത്? ഞാനിപ്പോ ഷോപ്പിലാണുള്ളത്. ആ റോഡ് നേരെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാല് അടുത്ത സൈഡിലൊക്കെ റോഡ് ഉണ്ട്. കാർ വരുമോ? ഓ, കാറൊക്കെ വരും. മീൻസ് കാർ പറഞ്ഞാല് നമ്മളെ ചെറിയ കാറല്ല, ഹമ്മറിന്റെ കാറാ? വരും. അപ്പൊ ഹാരിസിനെ നേരിട്ട് കാണും ചെയ്യാം. അവിടെ ചോദിച്ചാൽ അൽഫഹദ് ആർക്കേഡ് ബിൽഡിംഗ് വെച്ചേ. ആർക്കേഡ് ബിൽ ഒന്ന് പറഞ്ഞ എന്താണ്? അൽഫഹദ് മോനൊന്ന് എഴുതിയിരിക്കും. അവിടെ വന്ന് മുതലാളിന്റെ പേരെന്താ? മുതലാളിന്റെ പേര് റഫീഖ് എന്നാണ്. വേണ്ട, ഹാരിസിനെ ചോദിച്ചാ പോരെ? ഓ, ഒരു 30 വയസ്സിന് താഴെയല്ലേ? എനിക്ക് 10 വയസ്സിന് പുറത്തുണ്ട്. 30 വയസ്സിന് പുറത്തുണ്ട്. താല്പര്യമില്ല ദിവസം 30 ഒരു 25-30 വയസ്സായ എന്റെ കേരളത്തിൽ ആരില്ല. എന്താ വെച്ചാൽ ഒന്നാമത് നമുക്കറിയില്ല, ഫാൻസി എന്നൊക്കെ പറയുമ്പോ ഈ പുതിയ ജനറേഷനിലെ കുട്ടികൾ വരേണ്ടതാ. അല്ല, ഞാൻ മാങ്കാവല്ലേ തുടങ്ങിയത്. തുടങ്ങി. പക്ഷെ ആ ഏരിയയിലുള്ള ആൾ കിട്ടുമല്ലോ കാരണം ചോദിച്ചു കഴിഞ്ഞാല്. നന്ന ചെറിയ ചെറുപ്പക്കാരും പറ്റൂല, നല്ല പ്രായമായാലും പറ്റൂല. ഞാന് നോക്കട്ടെ, ആരുണ്ടെങ്കിൽ പറയാം. 10 രൂപ കയ്യിൽ മാസം കൊടുക്കാം. 150 രൂപ ആണ് എഴുതിയെടുത്തോട്ടെ ഡെയിലി അലവൻസിനായിട്ട്. വേറെ ആരൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞ ഷോപ്പില് ഗൾഫ് പോയാലും? അതിപ്പോ ഇടയ്ക്കിന്റെ പെണ്ണുങ്ങൾ സുലേഖ. ഈ മാങ്കാവ് എവിടെ തുടങ്ങി ഷോപ്പ്? മാങ്കാവ് ഇവിടെ ചെറിയ മാങ്കാവ് പോണ റോഡില്ലേ? ചെറിയ മാങ്കാവ്. അതെ. 10 രൂപ മാസം എടുത്തോളം. ഇവിടെ നമ്മള് നേരിട്ട് കാണുന്നത് മാസം 10 രൂപ. അതൊരൊറ്റ നോട്ടായിട്ട് അവിടെ നിന്ന് എടുക്കാം. 10,000 അല്ല, 10 രൂപയാണ് ഞാൻ പറഞ്ഞത്. നേരിട്ടൊന്നും റെഡ് FM സ്റ്റുഡിയോ RJ സൂരജിന് അങ്ങനെ വരാൻ പറ്റില്ല. ഒരുപാട് പേര് എന്നെ കാണാൻ കാത്തിക്കുണ്ട് തല്ലിക്കൊല്ലാൻ. ഞാനൊരു കാര്യം ഞാൻ അങ്ങോട്ട് വരെ തല്ലിക്കൊല്ലേ. ഇതാരാ പണി തന്നറിയോ? ഇത് രാജേഷ്, വേറെ ആരല്ല. Hello, my dear, wrong number.